ടെക് ഭീമനും എക്സിന്റെ മേധാവിയുമായ ഇലോൺ മസ്കിന്റെ രാഷ്ട്രീയ പ്രേരിതമെന്ന് തോന്നാവുന്നതും ആത്മാർത്ഥത ഇല്ലാത്തതുമായ ഒരു പ്രസ്താവനയിലൂടെയാണ് UK കുപ്രസിദ്ധമായി മാറിയ ഗ്രൂമിംഗ് ഗ്യാങ്സ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. 1990 മുതൽ 2013 വരെ ബ്രിട്ടന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ആഘാതം സൃഷ്ടിച്ച പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും അവരുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് ലൈംഗിക ഇച്ഛകൾക്ക് നിഗൂഢമായ പദ്ധതികളിലൂടെ അടിമകളാക്കി മാറ്റിയ ഗ്രൂമിംഗ് ഗാങ്സ് എന്ന സംഘത്തെ പറ്റിയും വർഷങ്ങൾക്ക് ശേഷം വംശീയവും വർഗീയവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങൾ മുൻനിർത്തി ആ സംഭവങ്ങളെ ഉയർത്തിക്കാണിക്കുന്ന കുടിയേറ്റ മതവിരുദ്ധതകളെ പറ്റിയും അവ സമീപഭാവിയിൽ ബ്രിട്ടനിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റിയും നമുക്ക് ഒന്നിരിക്കാം. ഗ്രൂമിംഗ് ഗ്യാങ്സ് എന്ന മാഫിയ നാമത്തിന്റെ അപരിചിതത്വം ഒഴിവാക്കാനും എളുപ്പത്തിൽ താരതമ്യം ചെയ്യാനും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ കൂട്ടബലാത്സംഗത്തിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന കായിക താരം കൂടിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയചതിയിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും അതിലുപരി ഭീഷണിയിലൂടെയും 60ഓളം ആളുകൾ ദുരുപയോഗം ചെയ്യുകയും ഒന്ന് പ്രതികരിക്കാനോ തനിക്ക് സംഭവിക്കുന്ന ചൂഷണത്തിൽ എതിർപ്പ് കാണിക്കാനോ രക്ഷപ്പെടാനോ സാധിക്കാത്ത വിധത്തിൽ ആ ചൂഷണങ്ങളുടെ വലയത്തിൽ വിധേയപ്പെട്ട് തളച്ചിടപ്പെടുകയും ക്രമേണ അവരുടെ അജ്ഞാനവർത്തിയായി മാറുകയും ഒട്ടും ആസൂത്രിതമായി അല്ലെങ്കിൽ പോലും ക്രമേണ അവൾക്ക് ചുറ്റും ഒരു ചൂഷക സംഘം വർദ്ധിച്ചു വരികയും ചെയ്തു തുടങ്ങിയിരുന്നു. അധികൃതരുടെ വിദഗ്ധമായ ഇടപെടലിൽ ഈ സംഭവം പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ബ്രിട്ടനിൽ പിടിച്ചു കുലുക്കിയ ഗ്രൂമിംഗ് ഗ്യാങ്സിന്റെ ചെറിയ പതിപ്പുകളായി ഇവ വ്യാപ്തി പ്രാപിക്കുകയും കുറെ ഇരകൾ കൂടി ചൂഷണത്തിന്റെ കൊക്കയിൽ കോർക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. പല വിധത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങളും പീഡന പരമ്പരകളും ശിശുരതി വാണിഭങ്ങളും ലോകമെമ്പാടും നമുക്ക് ചുറ്റും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ബ്രിട്ടനിലെ ഗ്രൂമിംഗ് ഗ്യാങ് കുപ്രസിദ്ധമായത് അതിന്റെ വർഷങ്ങളോളമുള്ള രഹസ്യാത്മകതയും അനധികൃതരുടെ അനാസ്ഥയും ഇരകളുടെ സാമൂഹികമായ ചുറ്റുപാടുകളും അതോടൊപ്പം കുറ്റവാളികളുടെ വംശീയമായ വേരുകളും നിഗൂഢമായ ആസൂത്രണങ്ങളുമായിരുന്നു. ഈ ഗ്യാങ്ങിനെ കുറിച്ചുള്ള ആദ്യ സൂചനകൾ ലഭിക്കുന്നത് 1990കളിലാണ്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന നിരാലംബരായ പ്രായം തികയാത്ത കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന റോദർഹാമിലെ കെയർ ഹോം പരിശോധനയ്ക്ക് വന്ന ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ചില കുട്ടികൾ അപരിചിതരായ ചിലരുമായി ഇടപഴകുന്നതും അസമയങ്ങളിൽ കാറുകളിൽ യാത്ര ചെയ്യുന്നതും വളരെ വൈകി തിരിച്ചു വരുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. അവരിൽ ഉരുണ്ടുകൂടിയ സംശയങ്ങൾ കെയർ ഹോം അധികൃതരുമായും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി പങ്കുവയ്ക്കുകയും അന്വേഷിക്കാനുള്ള ചില ശുപാർശകൾ നൽകുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടന്റെ അന്തരീക്ഷത്തിലും സാമൂഹിക വലയത്തിലും ഇതുപോലുള്ള സൗഹൃദങ്ങൾ വളരെ സ്വാഭാവികമായതിനാൽ തികഞ്ഞ നിസ്സംഗത പുലർത്തിയ ഇരുവിഭാഗങ്ങളും പ്രാഥമികമായ ചില അന്വേഷണങ്ങൾ നടത്തുകയും ഈ സൗഹൃദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കുട്ടികളെ ഉപദേശിക്കുകയും മാത്രമാണ് ചെയ്തത്. പക്ഷേ കെയർ ഹോം അധികാരികൾ പ്രതീക്ഷിച്ച അത്ര നിസാരമായിരുന്നില്ല കാര്യങ്ങൾ. ഏഷ്യൻ ബ്രിട്ടീഷ് വംശജരായ കുട്ടികളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ വിചിത്രമായ സൗഹൃദ പ്രവണത അതിൽ ആകർഷിക്കപ്പെടുന്ന വെള്ളക്കാരികളായ പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കാൻ ആരംഭിച്ചപ്പോൾ ഇതിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കാൻ അവർ നിർബന്ധിതരായി. പോലീസുമായി ചേർന്ന് ചില അന്വേഷണങ്ങൾ അവർ നടത്തി നോക്കിയെങ്കിലും ഈ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. റോദർഹാം പോലെ സാമൂഹികവും സാമ്പത്തികവുമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ധാരാളം ഏഷ്യൻ ആഫ്രിക്കൻ കുടിയേറ്റക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്വഭാവമുള്ള നഗരമായതിനാൽ പോലീസിന്റെ സഹകരണവും തീർത്തും നിരാശാജനകവുമായിരുന്നു. പോലീസ് പല പ്രാവശ്യം ഈ കുട്ടികളെ കൊണ്ടുപോകുന്ന ടാക്സികളെ പിന്തുടർന്നെങ്കിലും അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞതുമില്ല. ആത്മാർത്ഥമില്ലായ്മ ഒരു മകുടോദാഹരണമായി ഇങ്ങനെ അന്വേഷണ പ്രഹസനങ്ങളിലൂടെ വർഷങ്ങൾ കടന്നുപോയി. 1997 റോദർഹാം കെയർ ഹോമിലെ ചില കുട്ടികൾ മാനസികവും ശാരീരികവുമായ ചില പ്രശ്നങ്ങൾ കാണിക്കുന്നത് ഒരു സംഭവമായി മാറിയിരുന്നു. അവരെ പരിശോധിച്ച ഡോക്ടർമാർ നൽകിയ വിവരങ്ങൾ കേട്ട് അധികൃതർ നെട്ടിവിറച്ചു. 12നും 17നും ഇടയിൽ മാത്രം പ്രായമുള്ള ഇക്കുട്ടികളിൽ മിക്കവരും ലഹരിക്കടിമകളും നിരവധി തവണ കൂട്ടബലാത്സംഗത്തിനും
ഗർഭചിത്രത്തിനും ഇരയായവരുമാണെന്നാണ്. വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഈ വാർത്ത കേട്ട് അക്ഷരാർത്ഥത്തിൽ ശബ്ദരായ അധികൃതർ ഇതിന്റെ കാരണക്കാരെ തേടി ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. തങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ, സംഭവങ്ങളും ഒന്നും തന്നെ പുറത്തു പോകാതിരിക്കാൻ അവർ ആദ്യ ശ്രമമെന്ന രീതിയിൽ രൂപപ്പെടുത്തിയെടുത്തു. പിന്നീട് ഒരു ടാസ്ക് ഫോഴ്സ് കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ആ ടാസ്ക് ഫോഴ്സിൽ കെയർ ഹോം അധികൃതരെ കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരും പത്രപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ഉണ്ടായിരുന്നു. കുറ്റവാളികളുടെ ഒരു വലിയ സംഘം ഇതിന് പിന്നിലുണ്ട് എന്ന് ഊഹിച്ച അവർ പോലീസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കി ഒരു പുതിയ തന്ത്രം രൂപപ്പെടുത്തി. പോലീസിന്റെയോ അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് പരിചയമില്ലാത്തവരുടെയോ വാഹനങ്ങളോ മറ്റോ അവരെ പിന്തുടരുമ്പോൾ അവർ തീർത്തും സ്വാഭാവികമായാണ് പെരുമാറുന്നത്. അവരുടെ കൂടെയുള്ള കുട്ടികളെ തീർത്തും സ്വാഭാവികമായ ചുറ്റുപാടുകളിലാണ് അവർ കൊണ്ടുപോയി വിടുന്നത്. അതിനാൽ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് അവരുടെ കൂടിയാലോചനകളിൽ നിന്ന് തങ്ങളോട് സഹകരിക്കാൻ തയ്യാറുള്ള ചില ടാക്സി ഡ്രൈവർമാരെ ഈ ടാസ്ക് ഫോഴ്സിൽ ഉൾപ്പെടുത്തുന്നത്. അതൊരു വലിയ തന്ത്രം തന്നെയായിരുന്നു. അവർ തീരുമാനിച്ച വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പ്. കുറ്റവാളികളായ ടാക്സി ഡ്രൈവർമാർ ഇങ്ങനെയൊരു നീക്കം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പരിചയമുള്ള ടാക്സി ഡ്രൈവർമാർ അവരെ പിന്തുടരുന്നത് നിരീക്ഷിക്കുകയാണ് എന്ന് മനസ്സിലാക്കാതെ അവർ അവരുടെ ഇരകളുമായി കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിച്ചു. റോദർഹാമിലെ ചുവന്ന തെരുവുകളിൽ ഉൾപ്പെട്ട ആ പ്രദേശങ്ങളിലെ ചില ആരുടെയും ശ്രദ്ധ എത്താത്ത കോണുകളിൽ സജ്ജമാക്കിയ കേന്ദ്രങ്ങളിലേക്കാണ് അവർ ഈ കുട്ടികളെ ഇറക്കി വിടുകയും അവിടെ വെച്ച് വളരെ പ്രായം ചെന്ന ഇടപാടുകാരുമായും ചിലപ്പോൾ അവർ തന്നെയും ആ കുട്ടികളെ അവരുടെ ഇംഗിതത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നത് നേരിട്ട് കണ്ട ടാക്സി ഡ്രൈവർമാർ അവ കൃത്യമായി അധികൃതരെ അറിയിക്കുകയും ചെയ്തു. കുറ്റവാളികളെയും കുറ്റവാളികളുടെ പ്രധാന സങ്കേതങ്ങളെയും കേന്ദ്രങ്ങളെയും പറ്റി വ്യക്തമായ സൂചന ലഭിച്ചെങ്കിലും അധികൃതർക്ക് മുന്നിൽ ഇതിനെതിരെ നടപടിയെടുക്കാൻ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ ബാധിക്കപ്പെട്ട പെൺകുട്ടികളിൽ ആരും തന്നെ ഇവർക്കെതിരെ ഒരു പരാതി നൽകാൻ ഭയം കൊണ്ടായിരിക്കാം തയ്യാറായിരുന്നില്ല. ആ പ്രദേശങ്ങളുടെ സ്വഭാവവും കുറ്റവാളികളുടെ വംശീയമായ പശ്ചാത്തലവും പരിഗണിച്ച് പരാതിയില്ലാതെ നടപടിയിലേക്ക് കടന്നാൽ അത് കുറ്റവാളികളെ രക്ഷപ്പെടുത്തുകയും വംശീയമായ ഒരു വേർതിരിവിന് കാരണമാക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിയ അധികൃതർ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാനും ഇരകളെ ബോധവൽക്കരിക്കാനും ജെയിംസ് സീനിയറിന്റെ നേതൃത്വത്തിൽ റിസ്ക് ബിസിനസ് എന്നൊരു പദ്ധതിക്ക് രൂപപ്പെട്ടു. ഈ പദ്ധതിയുടെ ഭാഗമായി സംഘം നടത്തിയ അന്വേഷണങ്ങളിൽ 1400ഓളം പെൺകുട്ടികൾ ഈ ചൂഷണ വലയത്തിൽ പെട്ടിട്ടുണ്ട് എന്നും അവരിൽ മിക്കവരും വെള്ളക്കാരികളായ പെൺകുട്ടികളാണെന്നും കണ്ടെത്തി. എന്നാൽ ഇതിലേറെ ഏഷ്യൻ ആഫ്രിക്കൻ പശ്ചാത്തലമുള്ള പെൺകുട്ടികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായെങ്കിലും അവരൊന്നും തന്നെ ജെയിംസ് സീനിയറുമായി സഹകരിക്കാനോ ഈ പദ്ധതിയുമായി തുറന്ന് പ്രവർത്തിക്കാനോ തയ്യാറായിരുന്നില്ല. നീണ്ട കൗൺസിലിങ്ങുകളുടെയും പ്രേരണകളുടെയും പരിശ്രമങ്ങളുടെയും എല്ലാം ഒടുവിൽ വെള്ളക്കാരികളിൽപ്പെട്ട ചില കുട്ടികൾ തങ്ങളെ ചൂഷണം ചെയ്തവർക്കെതിരെ പരാതി നൽകാൻ മുന്നോട്ട് വന്നു. പിന്നീട് ഒട്ടും താമസിച്ചില്ല, റോദർഹാമിന്റെ തെരുവുകളിൽ നിന്നും ആ പിഞ്ചുപാലികന്മാരെ ചൂഷണം ചെയ്യാൻ കൂട്ടുനിന്നവരെ ഓരോരുത്തരെയായി പോലീസ് പിടികൂടി. 60ഓളം കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും 1980 മുതൽ തന്നെ ഈ ഗ്യാങ്ങിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന രീതിയും അവർ പോലീസുമായി പങ്കുവച്ചു. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോവുകയും ആരുമായി ആശ്രയം ഇല്ലാതെ അലക്ഷ്യമായി ജീവിക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന കുട്ടികളെയായിരുന്നു ഇവർ പ്രധാനമായും ലക്ഷ്യമിട്ടു. സ്വാഭാവികമായ രീതിയിൽ അവരുമായി സൗഹൃദം സ്ഥാപിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുകയും അവരുടെ വിശ്വാസം പിടിച്ചു പറ്റുകയും ചെയ്തതിനു ശേഷം അവർക്ക് പണവും മയക്കുമരുന്നുകളും മദ്യവും മറ്റ് സൗകര്യങ്ങളും നൽകി അവരെ അവരുടെ പരിധിയിൽ നിർത്തിയതിനു ശേഷം ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു ഇവരുടെ പ്രധാന പദ്ധതി. ചിലരെങ്കിലും
പ്രണയ നാടകങ്ങളിലൂടെയും ഇവർ അകപ്പെടുത്തിയിട്ടുണ്ട്. ലൈംഗികമായ ചൂഷണം ചെയ്യുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും കാണിച്ചോ, തങ്ങൾ നൽകിയ പണം തിരിച്ചു ചോദിച്ചോ, ഭീഷണിപ്പെടുത്തിയോ, ലഹരിക്ക് പകരമായോ അവർ പറയുന്ന ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിരന്തരം അവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അകപ്പെടുന്ന ഇരകളിൽ 12 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ടെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. അതിനാൽ 18 വയസ്സുവരെ ഈ ചൂഷണം അവർ തുടരുകയും അതിനുശേഷം അവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികളെ ഇതിൽ അകപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ചിലപ്പോഴൊക്കെ കുടുംബത്തെയും അവരെയും അപായപ്പെടുത്തുമെന്നുള്ള വധഭീഷണിയെല്ലാം അവർ മുഴക്കിയത് കൊണ്ട് തന്നെ ഈ പീഡനങ്ങളോട് മൗനത്തോടു കൂടി അവരോട് സഹകരിക്കാനും പരാതിയിൽ നിന്ന് വിട്ടുനിൽക്കാനും ഈ കുട്ടികളെ ഇവർ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ചില കുട്ടികളെങ്കിലും നല്ല ഭക്ഷണത്തിന് വേണ്ടി പോലും ഈ ഗ്യാങ്ങിന്റെ കയ്യിൽ കരുവായി മാറിയിട്ടുണ്ട്. അധികൃതരിൽ പലർക്കും ഇതിൽ പങ്കുണ്ടെന്ന് മനസ്സിലായ, അല്ലെങ്കിൽ ഇതിന്റെ മൗനാനുവാദത്തിൽ പങ്കുണ്ടെന്ന് ഉറപ്പായ അന്വേഷണ ഉദ്യോഗസ്ഥർ അതുകൊണ്ട് തന്നെ ബ്രിട്ടനിലെ മറ്റു പല പ്രദേശങ്ങളും ഇതിന്റെ ശൃംഖലയുണ്ടോ എന്ന അന്വേഷണത്തിലേക്ക് തിരിഞ്ഞു. അതിൽ നിന്ന് മനസ്സിലായത് റോദർഹാമിന് പുറമെ ഓക്സ്ഫോർഡ്, റൾഫോർഡ്, മാഞ്ചസ്റ്റർ, ബ്രാഡ്ഫോർഡ് എന്നീ പ്രദേശങ്ങളിൽ ഓപ്പറേഷൻ സെൻട്രൽ, ഓപ്പറേഷൻ ക്ലോവർ, ഓപ്പറേഷൻ സ്റ്റൂവുഡ് എന്നീ പേരുകളിൽ നടത്തിയ രഹസ്യ അന്വേഷണങ്ങളിൽ ഇതേ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളെയും കുറ്റവാളികളെയും പിടികൂടാനും അധികൃതർക്ക് സാധിച്ചു. ഈ മുഴുവൻ ശൃംഖലയിൽ എത്ര പേർ അറസ്റ്റിലായി എന്നതിന്റെ പൂർണ്ണ രൂപം ലഭിക്കില്ല എങ്കിലും 300-ൽ കുറയാത്ത ആളുകൾ എല്ലാ വംശജരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരെല്ലാം അറസ്റ്റിലാവുകയും 25 വർഷം വരെ ശിക്ഷ ലഭിക്കുകയും ചെയ്ത സംഭവം കഴിഞ്ഞുപോയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2013 ശിക്ഷ വിധിച്ചത്. ഇതോടുകൂടി കുട്ടികൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങളെ തടയുന്ന നിയമങ്ങൾ ഭേദഗതി ചെയ്യുകയും നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ ഇതുപോലുള്ള ശിശുരതിക്കാരെ കണ്ടെത്താനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ സജ്ജമാക്കി. അതുവഴി വ്യാജ പേരുകളിൽ ചെറിയ കുട്ടികളുടെ പ്രൊഫൈലുകൾ ഉണ്ടാക്കി അതുവഴി ഈ കുറ്റകൃത്യം ചെയ്യുന്നവരെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് വലയിലാക്കാനുള്ള ശ്രമങ്ങളും നടന്നു കൊണ്ടിരിക്കുന്നു. എന്നാൽ 2023 അവസാനത്തെ കേസിന്റെ കോടതി നടപടികളും പൂർത്തീകരിച്ച് കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിച്ച ഈ സംഭവം വീണ്ടും മുഖ്യധാരയിലേക്ക് വരാൻ ഇലോൺ മസ്കിന്റെ ഒരു പ്രസ്താവനയാണ് കാരണം. കുടിയേറ്റ വിരുദ്ധത അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന യൂറോപ്പിന്റെ മനസ്സിലേക്ക് ബഹുഭൂരിപക്ഷവും ഏഷ്യൻ വംശജർ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് വംശജർ ഉൾപ്പെട്ട ഈ കേസ് മാത്രം ഉയർത്തിക്കാണിച്ച് കുടിയേറ്റത്തിനെതിരെയും വംശീയമായ മതപരവുമായ പ്രചരണം അഴിച്ചുവിടാൻ വലതുപക്ഷം ശ്രമിക്കാൻ തുടങ്ങി. ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ലിബറൽ പാർട്ടി നേതാവുമായ കീർ സ്ട്രീമർ ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസറായി 2008 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഗ്യാങ്ങിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ല എന്നതായിരുന്നു മസ്കിന്റെ ആരോപണത്തിന്റെ കാതൽ. എന്നാൽ ഇതിന് മറുപടി എന്നോണം കീർ പറഞ്ഞത് ബ്രിട്ടന്റെ സാമൂഹികവും സാംസ്കാരികവുമായ സന്തുലനാവസ്ഥയെ തകർക്കാത്ത രീതിയിൽ അവ ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നത് തന്നെയാണ്. എന്നാൽ മസ്കിന്റെ ഈ പ്രസ്താവനയെ ചുവടുപിടിച്ച് ഏഷ്യൻ വംശജരെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ വംശജരെ അവരുടെ മതത്തിന്റെയും വംശത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ബ്രിട്ടനിൽ നിന്ന് പുറത്താക്കണമെന്ന് മുറവിളി ഉയർന്നുണ്ട്. എന്നാൽ വെള്ളക്കാരായ കുറ്റവാളികളെ എന്തു ചെയ്യണമെന്ന് പ്രതിഷേധക്കാർ പറയുന്നുമില്ല. എന്നാൽ മസ്കിനെതിരെ ലിബറലുകൾ തീർത്തും വ്യക്തവും ശക്തവുമായ പ്രതിരോധമുയർത്തുന്നുമുണ്ട്. മസ്കിന് ശിശുരതിയാണ് പ്രശ്നമെങ്കിൽ ജിമ്മി സോവൽ, വെസ്റ്റ്മിനിസ്റ്റർ പീഡോഫിലി റിംഗ്, റോച്ചാർഡ് ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, നോർത്ത് വെയിൽ ചൈൽഡ് അബ്യൂസ് സ്കാൻഡൽ തുടങ്ങി എന്തിനേറെ മസ്കിന് വളരെ വ്യക്തമായി അറിയുന്ന എഫേഴ്സൺ ഉൾപ്പെട്ട ശിശുലൈംഗിക വാണിഭവും അടക്കമുള്ള സംഭവങ്ങൾ നിലനിൽക്കെ അതൊന്നും വെളിച്ചത്ത് കൊണ്ടുവരാനോ അതിനെതിരെ വിമർശനം ഉന്നയിക്കാനോ മസ്ക് തയ്യാറാകാത്തത് മസ്കിന്റെ ഇരട്ടത്താപ്പായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതുപോലെ ഒരുപാട് പീഡന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ബ്രിട്ടനിൽ വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക സംഭവം ഉയർത്തിപ്പിടിച്ച്
നാടിനെ വംശീയമായി വേർതിരിക്കുന്ന ഈ പ്രവണതകൾ ബ്രിട്ടനിൽ അസ്വാസ്ഥ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കുട്ടികൾക്കെതിരായുള്ള മാത്രമല്ല, സമൂഹത്തിൽ അവഗണിക്കപ്പെടുകയും അശരണരാകുകയും ചെയ്യുന്ന ഏത് വിഭാഗത്തിനെതിരെ ഉണ്ടാകുന്ന ചൂഷണങ്ങളും തടയപ്പെടേണ്ടതും കർശനമായ ശിക്ഷകൾ നൽകപ്പെടേണ്ടതുമാണ്. എന്നാൽ അതിനെ മതപരവും വർഗീയവും വംശീയവും നിറങ്ങൾ നൽകി ന്യായീകരിക്കുന്നതും പ്രതികരിക്കുന്നതും പ്രതിരോധിക്കുന്നതും ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ല.